ഹലോ നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലേക്കാണ്. ആദ്യം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പഞ്ചപാണ്ഡവരിൽ ഒന്നാമനായ യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച ശ്രീ തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ദർശനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനൻ പ്രതിഷ്ഠിച്ച തൃപ്പുലിയൂരിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്ററോളം ഉണ്ട്. ഉച്ചപൂജയ്ക്ക് മുന്നേ ഈ 5 ക്ഷേത്രങ്ങളും ദർശിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു പുണ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനൻ പ്രതിഷ്ഠിച്ച തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇനി നമ്മൾ പോകുന്നത് പഞ്ചപാണ്ഡവരിൽ മൂന്നാമനായ അർജുനൻ പ്രതിഷ്ഠിച്ച തിരുവാറുമുള ക്ഷേത്രത്തിലേക്കാണ്. ആറുമുള എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വള്ളസദ്യ, വള്ളംകളി, ആറുമുള കണ്ണാടി തുടങ്ങിയ വളരെ പ്രശസ്തമാണ്. തൃപ്പുലിയൂരിൽ നിന്ന് ചെങ്ങന്നൂർ വഴി ആറുമുളയിലേക്ക് പോകാൻ 14 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പം ആറുമുള എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ഷേത്രത്തോട് ചേർന്ന് ഗോപുരം കടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പമ്പാനദി കാണാൻ പറ്റും.
ഇനിയും നമ്മൾ പോകുന്നത് പഞ്ചപാണ്ഡവരിൽ നാലാമനായ നകുലൻ പ്രതിഷ്ഠിച്ച തിരുവൻമണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. തിരുവാറന്മുള ക്ഷേത്രത്തിൽ നിന്നും ചെങ്ങന്നൂർ വഴി തിരുവൻമണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് 14 കിലോമീറ്റർ ഉണ്ട്. പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ 4ാമത്തെ ക്ഷേത്രമായ തിരുവൻമണ്ടൂർ ക്ഷേത്രത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുത്തെ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത്. ഇവിടെ ക്ഷേത്രത്തോടുകൂടി ചേർന്ന് ഗോശാലകൃഷ്ണൻ്റെ ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട്. അവിടെ വർഷം തോറും നടത്തി വരാറുള്ള ഗജമേളയും സമൂഹസദ്യയും വളരെ പ്രശസ്തമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇവിടുത്തെ ഘോഷയാത്ര ഗജമേളയോടുകൂടിയുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് പഞ്ചപാണ്ഡവരുടെ ക്ഷേത്രങ്ങളിലൊന്നായ തൃച്ചിറ്റാറ്റ് ക്ഷേത്രത്തിൽ നിന്നുമാണ്. ഇനി നമ്മൾ പോകുന്നത് പഞ്ചപാണ്ഡവരിൽ 5ാമനായ സഹദേവൻ പ്രതിഷ്ഠിച്ച തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. തിരുവൻമണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തിരുവല്ല വഴി പോകുമ്പോൾ 12 കിലോമീറ്ററോളം ഉണ്ട് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക്. നമ്മളിപ്പോൾ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ ക്ഷേത്ര ദർശനം 6 മണിയോടുകൂടി തുടങ്ങിയതാണ്. 10 മണിയായപ്പോഴേക്കും ഞങ്ങൾക്ക് ഈ 5 പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളും ദർശിക്കാൻ സാധിച്ചു. ഈ 5 ക്ഷേത്രങ്ങളിലെയും മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ദർശിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നല്ലൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് കരുതുന്നത്. എല്ലാവരും തീർച്ചയായും ഈ 5 ക്ഷേത്രങ്ങളും ദർശിക്കേണ്ടതാണ്.